എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 14:12 മുതൽ 14 വരെ. അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് ഉടൽ എടുത്ത് കുഴിച്ചിട്ടു. പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ശിരച്ഛേദം ചെയ്യപ്പെട്ട യോഹന്നാൻ സ്നാപകൻ്റെ ഉടൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ എടുത്ത് അടക്കം ചെയ്തു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അവരുടെ സങ്കടവും പ്രയാസവും ആ മാനസിക പിരിമുറക്കവുമൊക്കെ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്നതാണ് ഇതിൻ്റെ സാരാംശം. അപ്പോൾ നമ്മുടെ കണ്ണുനീർ, സങ്കടം ഇതൊക്കെ സമർപ്പിക്കാൻ ഏത് സമയത്തും യേശുവിൻ്റെ സന്നിധി മതിയായതാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയിരിക്കുന്നത്, നിൻ സന്നിധി മതി ഹാ യേശുവേ എന്നത്. നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത അവർണ്ണനീയമായ ദുഃഖങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു പരിഹാരവും സമാധാനവും ആശ്വാസവും ലഭിക്കും. അപ്പോൾ ഇത് കണ്ട്, അല്ലെങ്കിൽ യോഹന്നാൻ്റെ ദാരുണമായ അന്ത്യത്തെ മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് വേറിട്ട് നിർജ്ജനമായ പ്രദേശത്തേക്ക് പോകുന്നു. അതായത് യോഹന്നാൻ മരിച്ചവരിൽ നിന്നും ഉയർത്തതാണെന്ന് ഹേരോദാവ് ചിന്തിച്ചു എന്നുള്ള കാര്യം മത്തായി 14:2 മുതൽ 13 വരെയുള്ള ഭാഗം ഒന്ന് ഇടയ്ക്ക് കയറി പറഞ്ഞു എന്നത് ഒരു വസ്തുത മാത്രമാണ്. ഒരു ചരിത്രത്തിൻ്റെ ആ നിർമ്മിതിയിൽ ഒരല്പം ഏറ്റക്കുറച്ചിലുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇത് നടന്നതിന് ശേഷം ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ക്രമീകരിക്കുന്നത്. മത്തായി 14:14 വാക്യം മത്തായി 14:1 തുടർന്ന് വരാനാണ് സാധ്യത. അപ്പോൾ ഇത് ക്രമീകരിക്കുമ്പോൾ, എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു പിശകാണ് ഇങ്ങനെ കയറി ഇറങ്ങി വന്നിരിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 9-10 ഭാഗങ്ങളിൽ ഇത് കുറച്ചും കൂടെ വ്യക്തമായി നമുക്ക് കാണാം. ഹേരോദാവ് പരിഭ്രാന്തനായതോടുകൂടെ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു എന്ന് ലൂക്കോസ് പറയുന്നു. എന്നാൽ യേശു നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. ഗലീല എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശമാണ്. തെക്ക് വടക്കായി 50 മൈൽ നീളവും കിഴക്ക് പടിഞ്ഞാറായി 25 മൈൽ വീതിയും മാത്രമുള്ള ഒരു ചെറിയ പ്രദേശം. ജോസിഫസ് എന്ന ചരിത്രകാരൻ പറയുന്നത്, ആ കാലത്ത് ഈ പ്രദേശങ്ങളിൽ 204 ചെറു പട്ടണങ്ങളും അവയിൽ ഓരോന്നിനും 15,000-ൽ കുറയാതെ ജനസംഖ്യ ഉണ്ടായിരുന്നു എന്നാണ്. അവൻ്റെ സമയം അതുവരെ വന്നിരുന്നില്ല. പുരുഷാരം അവനെ അനുഗമിച്ചു. അപ്പോൾ കർത്താവ് പോയ സ്ഥലത്തേക്ക്, നിർജ്ജനമായ പ്രദേശത്തേക്ക്, ഒരു പക്ഷെങ്കിൽ യോഹന്നാന്റെ ദാരുണമായ അന്ത്യം കണ്ടവരും കേട്ടവരും അറിഞ്ഞവരുമൊക്കെ കർത്താവിനെ അനുഗമിച്ചവരുടെ കൂട്ടത്തിലുണ്ടാവാം. എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത ഒരു പറ്റം ആളുകൾ. ഇതൊരു മോബാകാനാണ് സാധ്യത. ഒരു പ്രത്യേക ഉദ്ദേശം മാത്രമാകണമെന്നില്ല. കണ്ടവരും കേട്ടവരും അറിഞ്ഞതും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള പുരുഷാരത്തെ കർത്താവ് കണ്ടു. അവിടെ പറയുന്നു, അവൻ മനസ്സലിഞ്ഞു അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ഇടയനില്ലാത്ത ആടുകളെ പോലെ
അലയുന്ന സാധാരണ മനുഷ്യരെ കണ്ട് മനസ്സലിയുന്ന കർത്താവിനെ മത്തായി ഇവിടെ രേഖപ്പെടുത്തുന്നു. ലൂക്കോസ് 9-ാം അധ്യായത്തിലും അവൻ അവരോട് ആദ്യം രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. ഇത് 2-ാം പ്രാവശ്യമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. 9-ാം അധ്യായത്തിലും അങ്ങനെ കാണാം. അതുപോലെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനത്തിങ്കിൽ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 2-ാം വാക്യത്തിലും കുഷ്ഠരോഗി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവനെ തൊട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. മർക്കോസും അത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ മനസ്സലിവ് സാധാരണക്കാരുടെ അവസ്ഥ കണ്ടതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും ഉത്തരം കിട്ടാത്ത ചോദ്യചിഹ്നങ്ങളിലുമൊക്കെ ദൈവസന്നിധിയിൽ നമ്മൾ അടുത്തു വരുമ്പോൾ നമ്മെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. അതൊരു വലിയ ആശ്വാസമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം അവിടെയാണ്. കർത്താവ് മനസ്സലിവുള്ള ദൈവമാണ്. മനസ്സലിവുള്ള ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ മറ്റുള്ളവരോട് മനസ്സലിവുള്ളവരായി ജീവിപ്പാനും പ്രവർത്തിപ്പാനും സാധിക്കണം. പുതിയൊരു പകൽ ദൈവം നമുക്ക് ദാനമായി നൽകുമ്പോൾ മനസ്സലിവോടെ പെരുമാറാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് മനസ്സലിവിൻ്റെ തമ്പുരാനായി ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം. പുരുഷാരത്തെ കണ്ടാറെ അവിടുന്ന് മനസ്സലിഞ്ഞു എന്ന് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ മനസ്സലിവിൻ്റെ പ്രതീകങ്ങളായി ഞങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ച ആയുസ്സിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് മറ്റുള്ളവരോട് നന്മ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. കളവ് പറയാതിരിക്കാൻ, ദോഷം നിരൂപിക്കാതിരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ മനസ്സുകളെയും ഞങ്ങളുടെ അവയവങ്ങളെയും ഒക്കെ അവിടുന്ന് നിയന്ത്രിക്കണമേ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കരുണ നിറഞ്ഞ കർത്താവിൻ്റെ കൃപയും സമാധാനവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.